ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അടിപൊളി കൊഴക്കട്ടയാണ്. അത് നമ്മൾ ഇപ്പോൾ മുട്ടുപൊടിയുടെ മാവ്, മുട്ടുപൊടിയിലല്ല, ഈ തരിയില്ലാത്ത പൊടി എടുത്ത് നമ്മളിതുപോലെ നല്ലതുപോലെ ഉപ്പും ജീരകമൊക്കെ ഇട്ട് നല്ലതുപോലെ വിരവിയതിന് ശേഷം ഉണ്ടാക്കി ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആവിയിലിട്ട് നല്ല പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും, അടിപൊളി ടേസ്റ്റുമാണ്. എന്നിട്ട് നമ്മൾ ഇതിനായിട്ട് ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാല് നമുക്ക് ഏത് തേങ്ങാപ്പാലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ. പക്ഷേ ഏറ്റവും ബെറ്റർ പശുവും പാലാകുമ്പോൾ നമുക്കത്ത് കൂടെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാരയൊക്കെ നിങ്ങൾ അളവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ പാല് നല്ലതുപോലെ തിളപ്പിക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പഞ്ചാര നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർക്ക് അധികം മധുരമൊന്നും ഇഷ്ടമല്ലത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലി മധുരം വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ചേർക്കണം. നമ്മളിതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടില്ല, പാലിൽ കൂടുതൽ നമ്മൾ ശരിക്ക് വെള്ളം ചേർത്തില്ല, ഒരു തുള്ളി കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പം നമ്മൾ എന്നിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക ആഡ് ചെയ്യുന്നതിന് മണവും നല്ല ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നല്ലതുപോലെ നല്ല കുറുകി വന്നതിന് ശേഷം നമ്മൾ തിളച്ച് കുറുകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതൊന്ന് ഇളക്കി പിടിക്കുക, അല്ലെങ്കിൽ പാലാണ് തിളച്ച് പൊങ്ങിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇളക്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആവിയിൽ വേവിച്ച് വെച്ച കൊഴക്കട്ട നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളിത് അടിയിലാണ്, നമുക്കറിയാമല്ലോ വേവിക്കുമ്പം ആവിയിലാകുമ്പോഴത്തേക്കും അടിയിലായിരിക്കുമല്ലോ വീഴും. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് അത് പൊട്ടിപ്പോകാതെ ഇരിക്കും. നമ്മളല്ലാതെ വെക്കുമ്പോഴത്തേക്കും നല്ല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ആവിയിലാകുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകത്തില്ല. അപ്പം നമ്മളിതേ കണക്ക് നമ്മൾ ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് പാലും നല്ലത് ചൂടാക്കിയിട്ടുണ്ട്, കൊഴക്കട്ടയെ നല്ലതുപോലെ ആവിയിൽ വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ തീരെ ആവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്ന ഇതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ജസ്റ്റ് ഒന്നൊരു കമൻറ്റും കൂടി ഇട്ടാൽ ഒരു കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നല്ല കോരിയിട്ട് നമ്മളങ്ങ് തിന്നുക. വേറെ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ ഇന്നത്തെ പറഞ്ഞ് വിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം വെന്തിരിക്കുക തന്നെ, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ തിളപ്പിക്കാരും മറന്നു പോയത്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ തിളപ്പിച്ച് നമ്മൾ നല്ലപോലെ സെർവ് ചെയ്തും നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ നല്ല പോഞ്ച് കണക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ആദ്യം കട്ട് ചെയ്തപ്പോൾ ആയിട്ടില്ല, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്